സോ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്താണ്, അതിൻ്റെ SSB ജനറേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇത് ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം കാണിച്ചിരിക്കുന്നത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതായത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ വരും, അതൊരു പ്രൊഡക്റ്റ് മോഡുലേറ്ററിലേക്ക് പോവും. പ്രൊഡക്റ്റ് മോഡുലേറ്ററിൽ ലോക്കൽ ഓസിലേറ്ററിൽ നിന്ന് ഒരു ഇൻപുട്ട് വരും, അതായത് നമ്മളെ കാരിയർ വരും. സോ ഈ കാരിയർ ആൻഡ് ദിസ് മെസ്സേജ് സിഗ്നൽ ഈ പ്രൊഡക്റ്റ് മോഡുലേറ്ററിൽ വഴി നമുക്ക് മോഡുലേറ്റ് ചെയ്തിട്ട് ഒരു DSB-SC വേവ് വരും, അതായത് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. ഈ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയറിനകത്ത് കാരിയർ ഉണ്ടാവില്ല, പക്ഷെ LSB ഉണ്ടാവും, അതേപോലെ USB ഉണ്ടാവും. ഇനി ഈ LSB അല്ല USB, സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് വേവിൽ നമുക്ക് എന്താ ഒന്നിൽ LSB ഉണ്ടാവും, അല്ല USB ഉണ്ടാവും. സോ അതിനൊരു നമ്മൾ ബാൻഡ് പാസ് ഫിൽറ്ററിലൂടെ കടത്തി വിട്ടിട്ട് ഈ നമ്മൾ ബാൻഡ് ലിമിറ്റ് ചെയ്യും. ഒന്നിൽ അപ്പർ സൈഡ് ബാൻഡ് മാത്രം കടത്തി വിടും, അല്ലെങ്കിൽ ലോവർ സൈഡ് ബാൻഡ് മാത്രം കടത്തി വിടും. സോ ഈ SSBയിൽ നമുക്ക് LSB ഓർ USB, LSB ഓർ USB, ഇതിൽ രണ്ടിലും ഏതെങ്കിലും കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവും. സോ ഇതായിരുന്നു ഇന്നലെ ഡിസ്കസ് ചെയ്ത പോയിന്റ്. സോ അതിലൊരു ജനറേഷൻ മെത്തേഡിൽ ഫസ്റ്റ് മെത്തേഡാണ് ഈ ഫിൽട്ടർ മെത്തേഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് മെത്തേഡാണ് ഈ ഫിൽട്ടർ മെത്തേഡ്. സോ ഈ ജസ്റ്റ് ഒന്ന് ഈ ഫിഗർ നിങ്ങൾ വരച്ചോ, അധികം ടൈം എടുക്കണ്ട, പെട്ടെന്ന് വരച്ചോ. ഇത് നമ്മൾ എന്താണ് ഇന്നലത്തെ നോട്ട് ഉണ്ടായിട്ടില്ല, അത് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. ഓക്കെ, അത് ചെറിയ ഒരു ലേശം ഒരു അര പേജ് നിങ്ങൾ അങ്ങ് ലീവ് ചെയ്തോ. എക്സ്പ്ലനേഷൻ എഴുതാനല്ലേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ അല്ലേ? ഫിഗറെല്ലാം വരച്ചിട്ടുണ്ടായിട്ടില്ലേ? അതുകൊണ്ട് ഒരു 4-5 ലൈന് എക്സ്പ്ലനേഷൻ എഴുതാനുണ്ട്. അത് നാളെ എഴുതാം, നിങ്ങൾ ഓഫ്ലൈൻ വരുന്ന സമയത്ത് എഴുതാം. ഓക്കെ ഓക്കെ, എന്നാൽ ജസ്റ്റ് ഒന്ന് ഈ ഫിഗർ പെട്ടെന്ന് വരച്ചെടുത്തോ. അപ്പം നമുക്ക് ഈ ഒരു ഫിൽട്ടർ മെത്തേഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്നലത്തെ ഫിഗറുമായിട്ട് സിമിലർ അല്ലേ? ഇന്നലത്തെ ഫിഗറുമായിട്ട് ഏകദേശം സിമിലർ അല്ലേ ഇത്? അല്ലേ? ഇന്നലത്തെ ഫിഗർ എടുത്തതിന് ഏകദേശം സിമിലർ ആണ് ഈ ഫിൽട്ടർ മെത്തേഡ്. അതായത് SSB ട്രാൻസ്മിറ്ററിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രത്തിനോട് ഒരു സിമിലർ ആയിട്ടുള്ളൊരു ബ്ലോക്ക് ഡയഗ്രാണ് ഈ ഫിൽട്ടർ മെത്തേഡ്. സോ ഇതിനകത്ത് നമ്മളൊരു സപ്രഷൻ ഫിൽട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, സൈഡ് ബാൻഡ് സപ്രഷൻ ഫിൽട്ടർ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഫിൽട്ടർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊഡ്യൂസസ് എ സ്റ്റേബിൾ കാരിയർ ഫ്രീക്വൻസി. ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഒരു സ്റ്റേബിൾ കാരിയർ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യും. ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ എഴുതിക്കോ. ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ, this crystal oscillator produces a stable carrier frequency FC, say about 100 kilohertz. 100 kilohertz എന്ന് പറഞ്ഞ ഒരു കാരിയർ ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യും. And this carrier frequency FC is fed to a balance modulator. ഈ carrier frequency നമ്മളൊരു ബാലൻസ് മോഡുലേറ്ററിലേക്ക് ഫീഡ് ചെയ്യും via a buffer. That is this carrier frequency. നിങ്ങൾ എഴുതുന്നുണ്ടോ? Okay, this carrier frequency is then fed to a balanced modulator through a buffer. നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ തരും. ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് വരുന്ന കാരിയർ ഫ്രീക്വൻസി നമ്മളൊരു ബഫർ വഴി ബാലൻസ് മോഡുലേറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓഡിയോ സിഗ്നൽ നെക്സ്റ്റ്, ഈ ഒരു ഓഡിയോ സിഗ്നൽ ഫ്രം ദിസ് മോഡുലേറ്റിംഗ് ആംപ്ലിഫയർ, audio signal from the modulating amplifier modulates the carrier frequency in the balance modulator.
മോഡുലേറ്റ് ഈ ഓഡിയോ സിഗ്നൽ എന്ത് ചെയ്യും, ഈ കാരിയർ ഫ്രീക്വൻസിനെ FC-നെ ഈ ബാലൻസ് മോഡുലേറ്ററിന് മോഡുലേറ്റ് ചെയ്യും. ദ ഓഡിയോ സിഗ്നൽ ഫ്രം ദ മോഡുലേറ്റിംഗ് ആംപ്ലിഫയർ modulates the carrier in the balance modulate the carrier in the balance modulator. ഈ ഓഡിയോ ഫ്രീക്വൻസിയുടെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേ അബൌട്ട് 300 to 2800 ഹേർട്സ് ആണ് കൺസിഡർ ചെയ്യുക. സോ ഈ ബാലൻസ് മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത് DSB SC സിഗ്നൽ ആയിരിക്കും. DSB SC സിഗ്നൽ. That is, the carrier is also suppressed in this stage. ഈ ബാലൻസ് മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ കാരിയർ നമ്മൾ സപ്രസ് ചെയ്യുന്നുണ്ട്. ബട്ട് allows this എഴുതിക്കോ, the carrier is suppressed in this stage. The carrier is suppressed in this stage, but allows to pass both sidebands. But allows to pass both sidebands. That is USB and LSB. That is USB and LSB. സോ നമ്മളിവിടെ നെക്സ്റ്റ് സ്റ്റേജിൽ ഒരു ബാൻഡ് പാസ് ഫിൽട്ടർ പോലെ ആക്ട് ചെയ്യുന്നതാണ് ഈ സൈഡ് ബാൻഡ് സപ്രഷൻ ഫിൽട്ടർ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ബാൻഡ് പാസ് ഫിൽട്ടർ എന്ന് വെച്ചാൽ ഇറ്റ് അലൗസ് ഓൺലി സിംഗിൾ ബാൻഡ് ഐദർ USB or LSB ടു പാസ് ത്രൂ ഇറ്റ്. അല്ലെങ്കിൽ സൈഡ് ബാൻഡ് സപ്രഷൻ ഫിൽട്ടറാണ് നെക്സ്റ്റ്. DSB SC സിഗ്നൽ ആണ് അതിൻ്റെ ഇൻപുട്ടായി വരുന്നത്. സോ ഈ സൈഡ് ബാൻഡ് സപ്രഷൻ ഫിൽട്ടർ ഒരു ബാൻഡ് പാസ് ഫിൽട്ടർ പോലെ ആക്ട് ചെയ്യും. അതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സിംഗിൾ ഐദർ LSB അല്ലെങ്കിൽ USB ഏതെങ്കിലും ഒരു സൈഡ് ബാൻഡ് മാത്രമേ അതിലൂടെ പാസ് ചെയ്ത് പോകത്തുള്ളൂ. ആൻഡ് നമുക്കിനി പറയാം, ലെറ്റ് വി വാണ്ട് ടു പാസ് USB. നമുക്ക് USB ആണ് പാസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ LSB ആണ് സപ്രസ് ചെയ്യുക, അല്ലേ? നമ്മൾ USB പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ LSB ആണ് സപ്രസ് ചെയ്യുക. സോ നമുക്കറിയാം നമ്മളെ കാരിയർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 100 kHz ആണ്. കാരിയർ ഫ്രീക്വൻസി 100 kHz ആണ്. ഓഡിയോ റേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓഡിയോ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 to 2800 ഹേർട്സ് ആണ്, അല്ലേ? അപ്പോൾ USB-ൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എത്രയായിരിക്കും? നമ്മൾ സെലക്ട് ചെയ്യേണ്ട ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ റേഞ്ചാണ് പറയുന്നത്. USB-ൻ്റെ അതായത് പാസ് ചെയ്ത് പോകുന്ന ഫ്രീക്വൻസി റേഞ്ച് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതെത്രയായിരിക്കും? USB ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? FC plus 300 to FC plus 2800 ഹെർട്സ്, അല്ലേ? അതായത് നമ്മൾ ഓഡിയോ ഫ്രീക്വൻസിൻ്റെ റേഞ്ചാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 300ഉം 2800ഉം. സോ നമ്മൾ ഈ USB-ൻ്റെ റേഞ്ച് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ കാരിയർ ഫ്രീക്വൻസിൻ്റെ അപ്പുറം ഈ ഓഡിയോ ഫ്രീക്വൻസിൻ്റെ റേഞ്ചും കൂടി ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? FC plus 300 to FC plus 2800 ഹെർട്സ്. ഇതാണ് നമ്മൾ ഓഡിയോ ഫ്രീക്വൻസി USB-ൻ്റെ റേഞ്ച്. USB-ൻ്റെ റേഞ്ചാണ് ഈ കാണിച്ച ഇക്വേഷൻ. സോ FC അറിയാം എത്രയാ? 100 kHz ആണ്. സോ 100 എന്ന് പറയുന്നത് kHz റേഞ്ചിലുള്ളത് നമ്മൾ മാറ്റി പ്ലസ് 300 ടു 100നെ നമ്മൾ മാറ്റി പ്ലസ് 2800. അപ്പം നമ്മൾ ഈ ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് എത്ര വരുന്നത്? 100, 300 to 100 to 800. ഇതാണ് നമ്മുടെ ന്യൂ USB റേഞ്ച്. സോ ഈ ഒരു റേഞ്ചിലുള്ള ബാൻഡ് പാസ് ഫിൽട്ടർ ആയിരിക്കണം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? നമുക്കിവിടെ കാരിയർ ഫ്രീക്വൻസി FC ആണ് തന്നിട്ടുള്ളത്. നമ്മളത് 100 ഹേർട്സ് ആയിട്ട് kHz ആയിട്ട് എടുത്തു. നമ്മളിവിടെ തന്നിട്ടുള്ള ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് ഈ കാണിച്ചിരിക്കുന്നുണ്ട്. ഓഡിയോ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 300 to 2800 ഹേർട്സ് ആണ്. അപ്പോൾ നമ്മൾ USB റേഞ്ച് കാണുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? USB റേഞ്ച് കാണുന്ന സമയത്ത് FC plus 300 ചെയ്യും. അതായത് ഈ FC ഇവിടെ നിന്ന് വരുന്ന FC പ്ലസ് ഈ 300. ഇനി നെക്സ്റ്റ് FC പ്ലസ് 2800, അതായത് ഈ വരുന്ന ഫ്രീക്വൻസി പ്ലസ് ഇത്. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടുക? ഈ FC എന്നുള്ളത് 100 kHz ആണ്. 100 kHz നമുക്ക് എങ്ങനെ എഴുതാം? 100-നപ്പുറം ഒരു 3 0 കൂടി എഴുതി കഴിഞ്ഞാൽ 100 kHz മാറ്റിയില്ലേ? അപ്പോൾ അത് പ്ലസ് 300, ഈ വാല്യൂ പ്ലസ് 2800. അതാണ് നമ്മളെ പുതിയ റേഞ്ച്, USB-ൻ്റെ റേഞ്ച്. പാസ് ചെയ്ത് പോകുന്ന ഫ്രീക്വൻസി റേഞ്ചാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ
നിങ്ങൾ എഴുതുന്നുണ്ടോ എഴുതിക്കോ. സോ ദിസ് ബാൻഡ് ഓഫ് ദ ഫ്രീക്വൻസി വിൽ ബി പാസ്ഡ്. സോ ദിസ് ബാൻഡ്, അതായത് FC plus 300 to FC plus 2800, this band of frequency will be passed on through the USB filter section. Onto the USB filter section. So next stage ആണ് നമ്മൾ ബാലൻസ്ഡ് മിക്സർ ആൻഡ് ക്രിസ്റ്റൽ ഓസിലേറ്റർ ഓഫ് സിന്തസൈസർ എന്ന് പറയുന്നത്. സോ ഈ മിക്സർ സ്റ്റേജ് എന്ന് യൂഷ്വലി ചെയ്യാന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഓഫ് ദ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഒരു പ്ലസ് ഓർ മൈനസ് നമ്മൾ ഇൻപുട്ട് വരുന്ന SSB സിഗ്നലും ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ സിഗ്നലും തമ്മിൽ മിക്സ് ചെയ്യും. ക്രിസ്റ്റൽ ഓസിലേറ്റർ സിഗ്നലും ഈ വരുന്ന SSB സിഗ്നലും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സം ആൻഡ് ഡിഫറൻസ് സിഗ്നലാക്കി മാറ്റും. അതായത് മിക്സർ ഇൻ ദിസ് സ്റ്റേജ് adds the frequency of crystal oscillator to SSB signal. Mixer in this stage, balanced mixer in this stage, balanced mixer in this stage adds the crystal oscillator frequency to the SSB signal. So the output frequency is now being raised to a value of desired for transmission. സോ നമുക്ക് യൂഷ്വലി നമുക്കൊരു ഡിസൈഡ് ഫ്രീക്വൻസിയിലാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടെങ്കിൽ ആ ഡിസൈഡ് ഫ്രീക്വൻസിയിൽ കൺവേർട്ട് ചെയ്യാനാണ് ഈ ബാലൻസ് മിക്സർ ബ്ലോക്ക് ഉള്ളത്. ഈ ബാലൻസ് മിക്സർ ബ്ലോക്ക് ഉള്ളത് അല്ലെങ്കിൽ മിക്സർ ക്രിസ്റ്റൽ ഓസിലേറ്റർ ബ്ലോക്ക് ഉള്ളത് നമുക്കൊരു ഡിസൈഡ് ഫ്രീക്വൻസിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടിയിട്ടാണ്. നമുക്ക് വരുന്ന ഈ SSB സിഗ്നൽ ഒരു ഡിസൈഡ് ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. സോ ആ ഒരു പേർപ്പസിനാണ് ഈ മിക്സർ ആൻഡ് ക്രിസ്റ്റൽ ഓസിലേറ്റർ ഇവിടെ ഉള്ളത്. The output frequency of this being raised to the value of desired for transmission. ഈ ബാലൻസ് മിക്സറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിസൈഡ് ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ ഈ പറഞ്ഞ ക്രിസ്റ്റൽ ഓസിലേറ്റർ, അതായത് ഒറിജിനൽ കാരിയർ സിഗ്നൽ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്, ഈ ബാലൻസ് മോഡുലേറ്ററിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഒന്നുമില്ല, നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ ബ്ലോക്ക് ഡയഗ്രാം തന്നെയാണ് ഈ ഫിൽട്ടർ മെത്തേഡിന് വരുന്നത്. ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം തന്നെയാണ്, SSB ട്രാൻസ്മിറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം തന്നെയാണ്. അതിൽ ഫസ്റ്റ് DSB-SC സ്റ്റേജ് ആണ്, സെക്കൻഡ് ആണ് SSB-ST സ്റ്റേജ് എന്ന് പറഞ്ഞത്. സോ ഈ സെക്കൻഡിൽ നമ്മൾ ഒരു എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് ഈ മിക്സർ ആൻഡ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. അവിടെ ഒരു സം ആൻഡ് ഡിഫറൻസ് ഉള്ളൊരു ടേം ആയിട്ടാണ് ഈ മിക്സറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. സോ നമുക്കതൊരു ഡിസൈഡ് ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഈ മിക്സർ ആൻഡ് ക്രിസ്റ്റൽ ഓസിലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് വരുന്ന SSB സിഗ്നലിൻ്റെ ഒരു ഡിസൈഡ് ഫ്രീക്വൻസി റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഈ മിക്സർ ആൻഡ് ക്രിസ്റ്റൽ ഓസിലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതായിരുന്നു ഫിൽട്ടർ മെത്തേഡ്. ഈ ഫിൽട്ടർ മെത്തേഡായിരുന്നു ഇത്. ആൻഡ് ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും ഉണ്ട്. നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് ഫ്രീക്വൻസി സ്പെക്ട്രാണ്. നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം നമുക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അത് ബെറ്റർ മാനേജ്മെൻറ്റ് ഓൾസോ വാസ് പോസിബിൾ വിത്ത് ദാറ്റ് ഫ്രീക്വൻസി സ്പെക്ട്രം. ആൻഡ് മോർ ട്രാൻസ്മിഷൻ ക്യാൻ ഫിറ്റ് ഇൻ ടു എ ഗിവൺ ഫ്രീക്വൻസി റേഞ്ച് ഓൾസോ. ദാറ്റ് വോണ്ട് ബി പോസിബിൾ വിത്ത് DSB-SC. നമുക്ക് more transmission was possible with this SSB-SC. More transmission was possible with this SSB-SC. ഒരു മിനിറ്റ്, നിങ്ങൾ എഴുതിക്കോ. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോ. ബെറ്റർ array management of frequency spectrum. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോ. ബെറ്റർ മാനേജ്മെന്റ് ഓഫ് ഫ്രീക്വൻസി സ്പെക്ട്രം. Better management of frequency spectrum. Second, second point, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് കണക്റ്റ് ആവുന്നില്ല.
അതുകൊണ്ട് നിങ്ങൾ നോട്ട്സ് എഴുതിക്കോ. സെക്കൻഡ് പോയിന്റ്, മോർ ട്രാൻസ്മിഷൻ ക്യാൻ ഫിറ്റ് ടു എ ഗിവൺ ഫ്രീക്വൻസി റേഞ്ച്. മോർ ട്രാൻസ്മിഷൻ ക്യാൻ പോസിബിൾ with a given frequency range. More transmission is possible with a given frequency range. That won't be that would be possible with DSB-SC. That would be possible with DSB-SC. എഴുതിയോ? ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയണേ. എഴുതിയോ? And next, all of the transmitted power is message power, and none is dissipated as carrier power. None is dissipated as carrier power. And next advantage എന്ന് പറയുന്നത്, noise content is an exponential function of bandwidth. Noise content is an exponential function of bandwidth. Noise content is an exponential function of bandwidth. And the noise will decrease by 3 dB. Noise will decrease by 3 dB. When the bandwidth is reduced by half. So ഇതായിരുന്നു ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഈ SSB-SC ജനറേഷൻ ബൈ ഫിൽട്ടർ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഈ പറഞ്ഞ പോയിന്റ്സ്. ആൻഡ് ഈ ഡിസഡ്വാൻറ്റേജസ് എഴുതുന്നുണ്ട്. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു കോസ്റ്റ് ഓഫ് എ സിംഗിൾ സൈഡ് ബാൻഡ് റിസീവർ എന്ന് പറയുന്നത് ഇസ് ഹയർ ദാൻ DSB-SC. ഈ SSB-SCൻ്റെ ഈ ഒരു ട്രാൻസ്മിറ്റർ ബ്ലോക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം അതൊരു എക്സ്ട്രാ DSB-SCൻ്റെ ഒപ്പം ഒരു എക്സ്ട്രാ കുറച്ച് കോമ്പോണൻസിൽ കുറച്ച് ബ്ലോക്കും കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് ഇൻക്രീസ് ആവുന്നുള്ളതാണ് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഇതിന് റിക്വയർ സെവറൽ പ്രിസൈസ് ഫ്രീക്വൻസി കൺട്രോൾ സെറ്റിംഗ്. ഡിസ്റ്റോർഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിനെന്ത് വേണം? ഇതിന് പ്രിസൈസ് ആയിട്ടുള്ള ഫ്രീക്വൻസി കൺട്രോൾ സെറ്റിങ്സ് ഒക്കെ വേണം. അതായത് നമ്മളെ ഈ ഫ്രീക്വൻസി ഡിസൈഡ് ഫ്രീക്വൻസിയിൽ ഇതിനെ നമുക്ക് എത്തിക്കാൻ വേണ്ടി. അതായത് നമ്മളിവിടെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞ കാര്യമാണ് ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് ഫ്രീക്വൻസി സ്പെക്ട്രം എന്നുള്ളത്. സോ ആ ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് ഫ്രീക്വൻസി സ്പെക്ട്രത്തിന് ഇവിടെ പ്രിസൈസ് ആയിട്ടുള്ള ഫ്രീക്വൻസി കൺട്രോൾ സെറ്റിങ്സിൻ്റെ ആവശ്യം കൂടിയുണ്ട്. സോ അതാണ് അത് ഒരു നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസിൽ പറയുന്നത്. സോ ഇതാണ് ഫിൽട്ടർ മെത്തേഡിൽ. ഫിൽട്ടർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പഠിച്ച അതേ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം തന്നെയാണ്, അതേ ഓപ്പറേഷൻ തന്നെയാണ് ഇതിൽ നടക്കുന്നത്. പ്ലസ് ഇന്നലെ ഈ ഒരു ബാലൻസ്ഡ് മിക്സർ ആൻഡ് ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ ഫംഗ്ഷനായിരുന്നു നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. സോ ഈ എഴുതുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ബാലൻസ് മിക്സർ ആൻഡ് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് ഒരു ഡിസൈഡ് ഫ്രീക്വൻസിയിൽ സിംഗിൾ സൈഡ് ബാൻഡിന് ഇൻപുട്ട് വരുന്നതിന് ഈ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഡിസൈഡ് ഫ്രീക്വൻസിയിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഡിസൈഡ് ഫ്രീക്വൻസിയാണ് ഈ ബാലൻസ്ഡ് മിക്സ്ഡിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അതിനെയാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് SSB-SC ജനറേഷനിലെ ഫിൽട്ടർ മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡാണ് ഫേസ് ഷിഫ്റ്റ് മെത്തേഡ്. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഈ ബ്ലോക്ക് ഡയഗ്രാം നാളെ ഉണ്ടാവണം നോട്ടിൽ.
ഇനിയുള്ള ക്ലാസ്സിൽ വരുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ഈ ബ്ലോക്ക് ഡയഗ്രം ഉണ്ടായിരിക്കണം. എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. സോ ഈ ഒരു ഫിഗറിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ 2 ബാലൻസ് മോഡുലേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ 2 ബാലൻസ് മോഡുലേറ്റർ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഇവിടെ ഒരു ബാലൻസ് മോഡുലേറ്റർ 1 ഉണ്ട്, അതേപോലെ ബാലൻസ് മോഡുലേറ്റർ 2 ഉണ്ട്. അതായത് 2 ബാലൻസ് മോഡുലേറ്റർ യൂസ് ചെയ്യും. നമ്മൾ ഫിൽട്ടർ മെത്തേഡിൽ ഒറ്റ ഒരു ബാലൻസ് മോഡുലേറ്റർ അല്ല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു ഡിഫറൻസ് എന്നുള്ള ഒരു 2 ബാലൻസ് മോഡുലേറ്റർ യൂസ് ചെയ്യും. ഈ 2 ബാലൻസ് മോഡുലേറ്ററും എന്താ കാരിയറിനെ എഫക്റ്റീവായിട്ട് എലിമിനേറ്റ് ചെയ്യും. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് എന്താ, DSB-SC സിഗ്നൽ തന്നെയാണ്. കാരിയറിനെ എഫക്റ്റീവായിട്ട് എലിമിനേറ്റ് ചെയ്തിട്ടുള്ള DSB-SC സിഗ്നൽ തന്നെയാണ് വരുന്നത്, അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളൊരു കാരിയർ ഓസിലേറ്റർ നമ്മൾ സാധാരണ ഒരു ഓഡിയോ സിഗ്നലിന് ഒരു ബാലൻസ് മോഡുലേറ്ററിലേക്ക് കൊടുക്കുമ്പോൾ ഒരു കാരിയർ കൊടുക്കുന്നുണ്ട്. എന്നിട്ടല്ലേ നമ്മളൊരു DSB-SC സിഗ്നൽ ഉണ്ടാക്കുന്നത് സാധാ ബേസിക് ബ്ലോക്ക് ഡയഗ്രത്തിൽ. സോ ഈ കാരിയർ കൊടുക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് കാരിയർ കൊടുക്കുന്നതിന് നമ്മൾ കാരിയർ ഓസിലേറ്ററിന് കാരിയർ സിഗ്നലിന് ഈ ബാലൻസ് മോഡുലേറ്റർ 1ലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കും. ഈ ബാലൻസ് മോഡുലേറ്റർ 2ലേക്ക് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ട് കൊടുക്കും. അതേപോലെ തന്നെ ഓഡിയോ സിഗ്നൽ കൊടുക്കുന്നതിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓഡിയോ സിഗ്നൽ നമ്മൾ ബാലൻസ് മോഡുലേറ്റർ 1ലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കും, ഈ 2ലേക്ക് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ട് കൊടുക്കും. അതുകൊണ്ടാണ് ഇതിനെ ഫേസ് ഷിഫ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ബാലൻസ് മോഡുലേറ്ററിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസത്തിലാണ് നമ്മൾ DSB-SC സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. ബാലൻസ് മോഡുലേറ്റർ 1ലാണെങ്കിൽ നമ്മൾ ഓഡിയോ സിഗ്നൽ, അതായത് നമ്മൾ മെസ്സേജ് സിഗ്നൽ അങ്ങനെ തന്നെ കൊടുക്കും, കാരിയർ സിഗ്നലും അങ്ങനെ തന്നെ കൊടുക്കും. ഇനി ബാലൻസ് മോഡുലേറ്റർ 2ലാണെങ്കിൽ ഓഡിയോ സിഗ്നലും 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ട് കൊടുക്കും, കാരിയർ സിഗ്നലും 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ട് കൊടുക്കും. ഈ ഫിഗർ ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഫിഗർ ക്ലിയർ ആണോ? ഓക്കെ. സോ ഇത്രയാണ് ഇതിന്റെ വർക്കിംഗ് ഫിഗർ എന്ന് പറയുന്നത്. ബാക്കി നമ്മളൊരു സമ്മറിലേക്ക് കൊടുത്ത് SSB ഔട്ട്പുട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും, അതായത് ഏതെങ്കിലും ഒരു സൈഡ് ബാൻഡ്. ഇനി ഈ പറയുന്ന ഡിഫറൻസ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം കാരിയർ സിഗ്നൽ, അതായത് ബാലൻസ് മോഡുലേറ്റർ ഈ ഒരു ഫസ്റ്റ് വണ്ണിലേക്ക് നമ്മൾ ഫേസ് ഷിഫ്റ്റ് ഒന്നും കൊടുക്കാണ്ടാണ് കാരിയർ ഓഡിയോ അപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടെ വരുന്നത് LSB ആയിരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്ത് വരുന്നത്. LSB ആണ് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ട് SSB, അതായത് സിംഗിൾ സൈഡ് ബാൻഡിൽ ലോവർ സൈഡ് ബാൻഡ് വരും. നേരെ മറിച്ച് നമ്മൾ ഇവിടെ ആ കാരിയർ ഓസിലേറ്റർ കൊടുക്കുന്നതിൽ, അതായത് ബാലൻസ് മോഡുലേറ്റർ 2ല് നമ്മൾ കാരിയർ ഓസിലേറ്റർ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, ആൻഡ് ബാലൻസ് മോഡുലേറ്റർ 1ലേക്ക് എന്താ ഡയറക്റ്റ് കൊടുക്കുന്ന, സോറി പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ബാലൻസ് മോഡുലേറ്റർ 1 ഉണ്ട്, അതേപോലെ ബാലൻസ് മോഡുലേറ്റർ 2 ഉണ്ട്. സോ നമ്മൾ ഈ ഓഡിയോ സിഗ്നൽ ഡയറക്റ്റ് ആയിട്ടും ഈ കാരിയർ സിഗ്നലും ഡയറക്റ്റ് ആയിട്ടും കൊടുക്കുന്നതാണ് ബാലൻസ് മോഡുലേറ്റർ 1ലേക്ക്. ഇനി ബാലൻസ് മോഡുലേറ്റർ 2ലേക്ക് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ട് കൊടുക്കും, ഈ കാരിയറിന് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കും. ഇത്രയും ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ നെക്സ്റ്റ്, അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷൻ തരുന്നത് LSB സിഗ്നലാണ്, അല്ലെങ്കിൽ ലോവർ സൈഡ് ബാൻഡ് ആണ് നമുക്ക് തരുന്നത്. ഈ ഒരു കോൺഫിഗറേഷൻ നമുക്ക് തരുന്നത് ലോവർ സൈഡ് ബാൻഡ് ആണ്. ഇനി നമ്മൾ ഈ കാരിയർ ഓസിലേറ്റർ ആസിറ്റീസ് കൊടുക്കുന്നതാണ് ഈ ബാലൻസ് മോഡുലേറ്റർ 2ലേക്ക്. അതായത് ഇപ്പം ബാലൻസ് മോഡുലേറ്റർ 1 ഉണ്ട്, ബാലൻസ് മോഡുലേറ്ററിലേക്ക് 2 ഉണ്ട്. ഈ ബാലൻസ് മോഡുലേറ്റർ 1ൽ നമ്മളിപ്പം ഓഡിയോ സിഗ്നൽ ആസിറ്റീസ് കൊടുക്കുകയാണ് വിത്തൗട്ട് ഫേസ് ഷിഫ്റ്റ്, ആൻഡ് കാരിയറും ആസിറ്റീസ് കൊടുക്കുകയാണ് വിത്തൗട്ട് ഫേസ് ഷിഫ്റ്റ്. ആൻഡ് ബാലൻസ് മോഡുലേറ്റർ 2ലേക്ക് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ സിഗ്നൽ കൊടുക്കുന്നു, അതേപോലെ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു കാരിയർ സിഗ്നലാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ വരുന്നത് LSB ആയിരിക്കും. ഇതാണ് ആദ്യം പറഞ്ഞ പോയിന്റ്. നെക്സ്റ്റ് ബാലൻസ് മോഡുലേറ്റർ 1ലേക്ക് നമ്മൾ ഓഡിയോ സിഗ്നലും കൊടുക്കും, അതേപോലെ തന്നെ കാരിയർ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിട്ടുള്ള കാരിയർ കൊടുക്കും, 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്ത കാരിയർ കൊടുക്കും.
നെക്സ്റ്റ് ബാലൻസ് മോഡുലേറ്റർ 2ലേക്ക് നമ്മൾ എന്ത് കൊടുക്കും? 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിട്ടുള്ള ഓഡിയോ സിഗ്നലും കാരിയർ വിത്തൗട്ട് ഫേസ് ഷിഫ്റ്റ്, കാരിയർ ആസിറ്റീസ് കൊടുക്കുന്നതാണ്. അതായത് ഈ കാരിയർ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുന്നതാണ്. ഫേസ് ഷിഫ്റ്റ് ഒന്നും ഇല്ലാത്ത കാരിയർ നമ്മൾ ബാലൻസ് മോഡുലേറ്റർ 2 കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ USB ആണ് ജനറേറ്റ് ചെയ്ത് വരിക. ഈ ഔട്ട്പുട്ടായിട്ട് USB ആണ് ജനറേറ്റ് ചെയ്യുക. അതായത് ഈ സാധനം റീപ്ലേസ് ചെയ്തതിനനുസരിച്ചിട്ട്, ഈ സാധനം ഇപ്പുറത്തോ ആക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് USB അല്ലെങ്കിൽ LSB ജനറേറ്റ് ചെയ്തിട്ട് വരും. ഈ ഒരു കോൺഫിഗറേഷനാണ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് LSB ആണ് ജനറേറ്റ് ചെയ്ത് വരുന്നത്. ഇനി ഈ ഒരു കാരിയർ ഓസിലേറ്റർ ഇവിടെയാണ് പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഫേസ് ഷിഫ്റ്റ് കൊടുക്കാണ്ട് ഡയറക്റ്റ്ലി നമ്മൾ കാരിയർ ഈ ഒരു ബാലൻസ് മോഡുലേറ്റർ 2ലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ USB ആണ് ജനറേറ്റ് ചെയ്ത് വരുന്നത്. ഈ ഒരു സാധനത്തിൻ്റെ ചേഞ്ചിനനുസരിച്ചിട്ട് നമുക്ക് USB അല്ലെങ്കിൽ LSB ജനറേറ്റ് ചെയ്ത് വരും. സോ ദെൻ ബോത്ത് ദ കാരിയർ ആൻഡ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ആർ ഷിഫ്റ്റഡ് ഇൻ ഫേസ് ബൈ 90 ഡിഗ്രി ആൻഡ് അപ്ലൈഡ് ടു ദ സെക്കൻഡ്. ആദ്യത്തെ കേസിൽ ദ കാരിയർ ഓസിലേറ്റർ ഈസ് അപ്ലൈഡ് ഡയറക്ട്ലി ടു ദ അപ്പർ ബാലൻസ് മോഡുലേറ്റർ അലോങ് വിത്ത് ഓഡിയോ മോഡുലേറ്റിംഗ് സിഗ്നൽ. അത് നമ്മൾ പറഞ്ഞു, അതാണ് ഈ പോയിന്റ്. നമ്മൾ കാരിയറും ഓഡിയോ സിഗ്നലും വിത്തൗട്ട് എനി ഫേസ് ഷിഫ്റ്റ് നമ്മൾ ബാലൻസ് മോഡുലേറ്റർ 1ലേക്ക് അപ്ലൈ ചെയ്തു. ദെൻ ബോത്ത് ദ കാരിയർ ആൻഡ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ആർ ഷിഫ്റ്റഡ് ഇൻ 90 ഡിഗ്രി. പിന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ട് BM2ലേക്ക് കൊടുക്കും. സോ ദ 2 ബാലൻസ്ഡ് മോഡുലേറ്റർ ഔട്ട്പുട്ട് ആർ ദെൻ ആഡഡ്. ഇനി നമ്മൾ വരുന്ന ഈ 2 ബാലൻസ് മോഡുലേറ്റർ ഔട്ട്പുട്ട് നമ്മൾ ആഡ് ചെയ്യും. DSPSC സിഗ്നലാണ് വരുന്ന ഈ 2 DSPSC സിഗ്നലും നമ്മൾ ആഡ് ചെയ്യും. സോ ഈ DSPSC സിഗ്നലിൽ എന്തെല്ലാം ഉണ്ടാവും? LSB ഉണ്ടാവും, USB ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെയും LSB ഉണ്ടാവും, USB ഉണ്ടാവും. സോ ഇതൊക്കെ നമ്മൾ ഈ സമ്മിങ് നെറ്റ്വർക്കിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് USB ഓർ LSB. സോ ഈ ഒരു കോൺഫിഗറേഷനിൽ നമുക്ക് കിട്ടുന്നത് LSB ആണ്. സോ ദ ഫേസ് ഷിഫ്റ്റിംഗ് ആക്ഷൻ causes one band to be cancelled out when 2 balance modulator are combined. So ഈ ഇവിടെ ഫേസ് ഷിഫ്റ്റ് കാരണം ഇപ്പം ഈ ഒരു കേസിൽ അപ്പർ സൈഡ് ബാൻഡ്സ് രണ്ടും ക്യാൻസൽ ആയി പോകും. ഈ ഒരു ഫേസ് ഷിഫ്റ്റ് കാരണം അപ്പർ സൈഡ് ബാൻഡ്സ് രണ്ടും ക്യാൻസൽ ആയി പോയി നമുക്ക് ആഡഡ് ആയിട്ട് വരുന്നത് ലോവർ സൈഡ് ബാൻഡ് മാത്രമാണ്. അതായത് ഡബിൾ ആയിട്ടുള്ള ഒരു ലോവർ സൈഡ് ബാൻഡ്സ് ആണ് ആഡഡ് ആയിട്ട് വരുന്നത്. സോ ബോത്ത് മോഡുലേറ്റർ ജനറേറ്റ് ഓൺലി സൈഡ് ബാൻഡ്സ്. ഈ 2 മോഡുലേറ്ററും ജനറേറ്റ് ചെയ്യുന്നത് സൈഡ് ബാൻഡ്സ് മാത്രമാണ്. കാരിയറിനെ സപ്രസ് ചെയ്തിട്ടാണ് ഈ 2 മോഡുലേറ്ററിന്റെ ഔട്ട്പുട്ട് വരുന്നത്. M1 പ്രൊഡ്യൂസസ് USB ആൻഡ് LSB ഈച്ച് വൺ ഷിഫ്റ്റഡ് ബൈ 90 ഡിഗ്രി. M1 എന്ന് പറയുന്നത് പ്രൊഡ്യൂസസ് USB ആൻഡ് LSB ഈച്ച് വൺ ഷിഫ്റ്റഡ് ബൈ 90 ഡിഗ്രി. M2 പ്രൊഡ്യൂസസ് USB ഷിഫ്റ്റഡ് ബൈ 90 ഡിഗ്രി ആൻഡ് LSB ഷിഫ്റ്റഡ് ബൈ -90 ഡിഗ്രി. M2 എന്താ ചെയ്യാന്ന് വെച്ചാൽ USB 90 ഡിഗ്രിയും LSB -90 ഡിഗ്രിയിലാണ് ഷിഫ്റ്റഡ് ഉണ്ടാവും. സോ ഔട്ട്പുട്ട് ഓഫ് ദ ബാലൻസ് മോഡുലേറ്റർ ആർ ആഡഡ് ബൈ ദ സമ്മിങ് ആംപ്ലിഫയർ. ഈ ഔട്ട്പുട്ട് ഓഫ് ദ ബാലൻസ് മോഡുലേറ്റർ നമ്മൾ ആഡ് ചെയ്യുമ്പം ഈ ഒരു കേസിൽ USBയും ക്യാൻസൽ ആവും. കാരണം ഒന്ന് +90 ഡിഗ്രിയും, അതായത് ഈ USB രണ്ടും ഔട്ട് ഓഫ് ഫേസ് ബൈ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും USB രണ്ടും. LSB രണ്ടും ഇൻ ഫേസും USB രണ്ടും ഔട്ട് ഓഫ് ഫേസ് ആവും. ഔട്ട് ഓഫ് ഫേസ് ആവുന്ന സമയത്ത് 180 ഡിഗ്രി ഡിഫറൻസ് വരുന്ന സമയത്ത് അത് രണ്ടും ക്യാൻസൽ ആയിട്ട് LSB മാത്രമേ ഉണ്ടാവും. സോ ദ 2 upper side bands are in phase, so they added to produce a double amplitude signal. ഈ LSB ആംപ്ലിറ്റ്യൂഡ് ആഡ് ചെയ്തിട്ട് ഒരു ഡബിൾ ആംപ്ലിറ്റ്യൂഡ് സിഗ്നലാണ് ഈ SSBയുടെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് വരുന്നത്. സോ ഇതിനൊരു മാത്തമാറ്റിക്കൽ അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫിഗറിൽ ഈ ഒരു സാധനത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് വരക്കാം. അതായത് ഈ കാരിയർ ഓസിലേറ്ററിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ വരക്കാം. അതായത് നമുക്കിപ്പോൾ ഒരു USB ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ വരക്കുമ്പോൾ ഈ ഒരു പാർട്ട്, അതായത് ഈ ഒരു കാരിയർ ഓസിലേറ്ററിനെ നമ്മൾ ഇവിടെ വരക്കുമ്പോൾ റീപ്ലേസ് ചെയ്ത് വരക്കാം. സോ ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ട് ബാലൻസ് മോഡുലേറ്ററിലേക്ക് കൊടുക്കും. വിത്തൗട്ട് ഫേസ് ഷിഫ്റ്റ് കാരിയർ ബാലൻസ് മോഡുലേറ്റർ 2ലേക്കും കൊടുക്കും അല്ലേ? സോ നമുക്ക് കാണാം ഇപ്പം ഇൻപുട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇൻപുട്ട് ഫോർ ബാലൻസ് മോഡുലേറ്റർ 1 എന്താവും? ഇപ്പോൾ ഒരു sin omega t വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ സാധനം ഇപ്പുറം വരക്കുന്നത്. അപ്പോൾ ഈ ബാലൻസ് മോഡുലേറ്ററിന് ഇൻപുട്ട് എന്തൊക്കെയായിരിക്കും? sin omega mt പ്ലസ് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തത്. അതായത് നമ്മൾ കാരിയർ ഓസിലേറ്റർ ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാരിയർ ഓസിലേറ്റർ ഇതിലേ പോയി 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ബാലൻസ് മോഡുലേറ്ററിൽ 1ലേക്ക് വരുന്നത്. അപ്പോൾ എന്താവും? ഈ ബാലൻസ് മോഡുലേറ്ററിൽ 1ൽ വരുന്ന ഇൻപുട്ട് ഏതൊക്കെയാണ്? ഈ sin omega tയും വരും, അതേപോലെ തന്നെ
സൈൻ ഒമേഗ കാരിയർ സിഗ്നലാണ് സൈൻ ഒമേഗ സി ടി പ്ലസ് 90 ഡിഗ്രിയും വരും. കാരിയർ സിഗ്നൽ ലെറ്റ് നമ്മൾ ഇൻപുട്ട് സൈൻ ഒമേഗ ടി ആണ്, നമ്മളെ കാരിയർ സൈൻ ഒമേഗ സി ടി ആണെന്ന് കൺസിഡർ ചെയ്യാം. സോ നമ്മൾ ഈ ബാലൻസ് മോഡുലേറ്റർ 1 കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് സൈൻ ഒമേഗ എം ടി അങ്ങനെ തന്നെ വന്നു. ഇവിടെ കാരിയർ ഓസിലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ സൈൻ ഒമേഗ സി ടി ആണ് നമ്മളെ കാരിയർ. സോ ഈ സൈൻ ഒമേഗ സി ടി ഈ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലേക്കൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ സൈൻ ഒമേഗ സി ടിക്ക് എന്ത് വന്നു, ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വന്നു. സോ ഈ ബാലൻസ് മോഡുലേറ്ററിലേക്കുള്ള ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് സൈൻ ഒമേഗ ടിയും ഒന്ന് സൈൻ ഒമേഗ സി ടി പ്ലസ് 90 ഡിഗ്രി ആണ്. ഇനി എന്ത് ചെയ്യും, ഇനി നെക്സ്റ്റ് നമുക്ക് ഈ സെക്കൻഡ് മോഡുലേറ്ററിൽ നോക്കാം. സെക്കൻഡ് മോഡുലേറ്റർ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം സെക്കൻഡ് മോഡുലേറ്ററിലേക്കുള്ള ഇൻപുട്ട് ഒരു സൈൻ ഒമേഗന എം ടിന് ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിട്ടുള്ള സിഗ്നലാണ്. സോ സൈൻ ഒമേഗ എം ടി പ്ലസ് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഓൾറെഡി ഉണ്ട്. അതിന് കൂടെ വേറെ എന്തുണ്ട്, കാരിയർ ഓസിലേറ്റർ ഉണ്ട്, പക്ഷെ അതിന് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഒന്നുമില്ല. അപ്പോൾ സൈൻ ഒമേഗ സി ടി തന്നെ വന്നു, സൈൻ ഒമേഗ സി ടി തന്നെ വന്നു. ആദ്യം ബാലൻസ് മോഡുലേറ്റർ 1 ഉണ്ട്, അതിന് നമ്മൾ സൈൻ ഒമേഗ എം ടി ആ ഇൻപുട്ട് എങ്കിൽ അത് അങ്ങനെ തന്നെ വന്നു. പിന്നെ ഈ സൈൻ ഒമേഗ സി ടി കാരിയർ ആണെങ്കിൽ അത് ഇവിടെയാണ്, ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്തു. നമുക്ക് യു എസ് ബി ആണ് ജനറേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഈ കാരിയർ ഓസിലേറ്ററിനെ ഈ സ്ഥലത്ത് വെച്ചാൽ നമുക്ക് യു എസ് ബി ജനറേറ്റ് ചെയ്യാം. സോ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ കാരിയർ ഓസിലേറ്റർ ഈ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലൂടെ കടന്നു പോയി 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പം 2 ഇൻപുട്ടാണ് ഉള്ളത്, ഒന്ന് സൈൻ ഒമേഗ എം ടിയും ഒന്ന് സൈൻ ഒമേഗ സി ടി പ്ലസ് 90 ഡിഗ്രി. ഇനി നെക്സ്റ്റ് ബാലൻസ് മോഡുലേറ്റർ 2ലേക്ക് വരുന്ന ഇൻപുട്ട് സൈൻ ഒമേഗ എം ടിന് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിട്ട് വന്നു. അതാണ് ഫസ്റ്റ് ഇൻപുട്ട്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ കാരിയർ സിഗ്നൽ കാരിയർ ഓസിലേറ്റർ ആസിറ്റീസ് വന്നു വിത്തൗട്ട് ഫേസ് ഷിഫ്റ്റ്, അതാണ് ഈ സൈൻ ഒമേഗ സി ടി. സോ നമുക്കിനി ഈ ഒരു ടേം, അതായത് ബാലൻസ് മോഡുലേറ്ററിൽ നമുക്കൊരു ടേമിന് നമുക്ക് എന്തായിട്ട് എഴുതാം, സൈൻ എ സൈൻ ബിൻ്റെ ഫോമിൽ എഴുതുവാണെങ്കിൽ, അതായത് 2 സൈൻ ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ, 2 സൈൻ ഫംഗ്ഷൻ ഉണ്ട്, സൈൻ ഒമേഗ എം ടി ഉണ്ട്, സൈൻ ഒമേഗ സി ടി പ്ലസ് 90 ഡിഗ്രി ഉണ്ട് അല്ലേ. സോ ഈ ബാലൻസ് മോഡുലേറ്ററിന്റെ M1 അതായത് മോഡുലേറ്ററിൽ 1 നമുക്ക് എന്തൊക്കെ സിഗ്നലാണ് ഉള്ളത്, സൈൻ ഒമേഗ സി ടി പ്ലസ് 90 ഡിഗ്രി ഉണ്ട്, അതേപോലെ തന്നെ സൈൻ ഒമേഗ എം ടി ഉണ്ട്. സോ അതിനെ നമ്മൾ 2 സൈൻ എ സൈൻ ബി ഫോമിൽ എഴുതുവാണെങ്കിൽ നമുക്കറിയാം 2 സൈൻ എ സൈൻ ബി എന്ന കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ആണ്. അതാണ് 2 സൈൻ എ സൈൻ ബി. 2 സൈൻ എ സൈൻ ബി കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താ, M1 എന്ന് പറയുന്നത് കോസ് ഒമേഗ സി ടി പ്ലസ് 90 മൈനസ് ഒമേഗ എം ടി മൈനസ് കോസ് ഒമേഗ സി ടി പ്ലസ് 90 പ്ലസ് ഒമേഗ എം ടി. ഇനി അത് നമുക്ക് എന്തായിട്ട് എഴുതാം, M1 ഇസ് ഈക്വൽ ടു കോസ് ഒമേഗ സി ടി മൈനസ് ഒമേഗ എം ടി പ്ലസ് 90. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇതിനെ റീപ്ലേസ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. അതേപോലെ തന്നെ മൈനസ് കോസ് ഒമേഗ സി ടി പ്ലസ് ഒമേഗ എം ടി പ്ലസ് 90 ഡിഗ്രി. സോ ഈ ഒരു ടേമാണ് നമ്മളെ എൽ എസ് ബി, അതായത് ബാലൻസ് മോഡുലേറ്ററിൻ്റെ എൽ എസ് ബി ഇതാണ്, 1ൻ്റെ എൽ എസ് ബി ഇതാണ്, ഇതാണ് നമ്മുടെ യു എസ് ബി, ഇതാണ് നമ്മുടെ യു എസ് ബി. ഇനി ഇത് ചെയ്ത അതേപോലെ തന്നെ നമ്മൾ M2 ചെയ്യാം. M2ൻ്റെ ഇൻപുട്ട് ഏതൊക്കെയാണ്, M2ൻ്റെ ഇൻപുട്ട് സൈൻ ഒമേഗ സി ടി, കാരിയറിന് ഫേസ് ഷിഫ്റ്റ് ഒന്നും ചെയ്യാത്ത കാരിയറും പിന്നെ മോഡുലേറ്റിംഗ് സിഗ്നലിന് ഫേസ് ഷിഫ്റ്റ് ചെയ്യും, ബൈ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്ത സിഗ്നലും കൂടി അതാണ്. അതും ഇതേപോലെ തന്നെ കോസ് എ മൈനസ് ബി കോസ് എ പ്ലസ് ബി എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന M2 എന്ന് പറയുന്നത് കോസ് ഒമേഗ സി ടി മൈനസ് ഒമേഗ എം ടി മൈനസ് 90 ഡിഗ്രി, അതേപോലെ തന്നെ കോസ് ഒമേഗ സി ടി ഒമേഗ എം ടി പ്ലസ് 90 ഡിഗ്രിയുമാണ്. സോ ഇതാണ് എൽ എസ് ബി, ഇതാണ് യു എസ് ബി. സോ ഈ 2 ഇക്വേഷൻ M1ൻ്റെയും M2ൻ്റെയും ഇക്വേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഈ സെക്കൻഡ് ടേം
യു എസ് ബി എന്ന് പറയുന്നത് ഇൻ ഫേസ് ആണ്. ഇവിടെയും +90 ഡിഗ്രി ആണ്, ഇവിടെയും +90 ഡിഗ്രി ആണ്. യു എസ് ബി എന്നത് ഇൻ ഫേസ് ആണ്. ഇവിടെയും +90 ഡിഗ്രി, ഇവിടെയും +90 ഡിഗ്രി. പക്ഷെ LSB എടുക്കുന്ന സമയത്ത് ഇവിടെ കാണാം, ഇവിടെ +90 ആണ്, ഇവിടെ -90 ഡിഗ്രി ആണ്. അതായത് അവിടെ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വന്നു. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വന്ന് എന്താ, ഈ രണ്ട് ടേമും ക്യാൻസൽ ആവും. അതായത് രണ്ട് LSBയും ക്യാൻസൽ ആയി പോയി. സോ ബാക്കി വരുന്നത് എന്താ, USB. സോ ഈ USB മാത്രമേ ഈ സമ്മിങ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നുള്ളൂ. അതായത് ഈ കാണിച്ച സമ്മിങ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടായിട്ട് USB മാത്രമേ വരുള്ളൂ. കാരണം LSB രണ്ടും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട്, ഔട്ട് ഓഫ് ഫേസ് ആണ്. സോ അത് രണ്ടും ക്യാൻസൽ ആയി പോകും. സോ ഈ ഒരു കേസ് നമുക്ക് USB കിട്ടണമെങ്കിൽ നമ്മൾ ഈ കാരിയർ ഓസിലേറ്റർ ഇവിടെ പ്ലേസ് ചെയ്യണം. കാരിയർ ഓസിലേറ്റർ ഇവിടെ പ്ലേസ് ചെയ്യണം. നമുക്കിനി LSB ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ കാരിയർ ഓസിലേറ്റർ ഇപ്പോൾ ഈ കാണിച്ച ഫിഗറിലുള്ള പോലെ തന്നെ വെച്ചാൽ മതി. സോ കാരിയർ ഓസിലേറ്റർ എവിടെ പ്ലേസ് ചെയ്യുന്നു, അതായത് നമ്മൾ കാരിയർ ഓസിലേറ്ററിന് ഫേസ് ഷിഫ്റ്റ് കൊടുത്തിട്ട് ഏത് ബാലൻസ് മോഡുലേറ്ററിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ SSBയിൽ LSB ആണോ USB ആണോ വരുന്നതെന്ന് നോക്കുന്നത്. സോ കാരിയർ ഓസിലേറ്റർ ഈ ഒരു പൊസിഷനിലാണ് പ്ലേസ് ചെയ്യുന്നുണ്ട്, നമുക്ക് LSB തന്നെ കിട്ടും. കാരിയർ ഓസിലേറ്റർ അതായത് ഈ കാരിയർ ഓസിലേറ്റർ ഇവിടെ തന്നെയാണ് പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് LSB ഒബ്റ്റെയിൻ ചെയ്യും. ഇനി ഇത് ഇവിടുന്ന് മാറ്റി ഇവിടെ ഡബിൾ സൈഡഡ് ആരോ അല്ല വരിക, സിംഗിൾ സൈഡഡ് ആരോ വരും. ഇവിടെ ഡബിൾ സൈഡഡ് ആരോ വരും. അതിന് നമ്മൾ ഇവിടെ കാരിയർ ഓസിലേറ്റർ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് USB ജനറേറ്റ് ചെയ്ത് എടുക്കാം. ആ USB ജനറേറ്റ് ചെയ്ത് എടുത്ത മെത്തേഡാണ്. സോ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നുണ്ട് sin⍵mt ആണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ. ഈ കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത് sin⍵ct ആണ്. സോ ഈ ബാലൻസ് മോഡുലേറ്ററിലേക്ക് വരുന്നത് sin⍵ct +90 ഡിഗ്രിയും പിന്നെ sin⍵mt വരിക. അപ്പോൾ അതിന് നമ്മൾ 2 sin A sin Bന്റെ ഫോമിൽ മാറ്റി എഴുതുക. അതേപോലെ തന്നെ ഇവിടെ വരുന്നത് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കഴിഞ്ഞ sin⍵mt ആണ്. അപ്പം sin⍵ct കാരിയർ അങ്ങനെ തന്നെ വരും, പക്ഷേ ഇൻപുട്ട് അതായത് നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ sin⍵ MT +90 ഡിഗ്രി ആയിട്ട് വരും. സോ ഇതാണ് നമ്മുടെ ഫേസ് ഷിഫ്റ്റ് മെത്തേഡ്. ഇനി ഇതിൻ്റെ ഒരു റിസീവർ ഉണ്ട്, അതായത് SSBന്റെ റിസീവർ ഉണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ. ഈ ഫിഗർ അതായത് ഇതിൻ്റെ ഒറിജിനൽ ഫിഗർ ആണ്, LSB ജനറേറ്റ് ചെയ്ത ഫിഗർ ഒന്ന് എടുത്ത് വെച്ചാൽ മതി. ഇനി ഈ SSB റിസീവർ ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരച്ചിട്ട് വരാം. പെട്ടെന്നൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ. എടുത്തു കഴിഞ്ഞാൽ ഓക്കെ പറയാം. എടുത്തോ? ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ? SSB റിസീവർ സ്ക്രീൻഷോട്ട് എടുത്തോ? ആഷ്ന, അനുശ്രീ, ഓക്കെ.